അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇവിടെ ഐഫോൺ 13 Pro സിലിക്കോൺ കേസ്. കുറേ കാലമായി ഐഫോൺ 13 Pro ഉപയോഗിക്കുന്ന കേസ് ഇല്ലാണ്ട് എപ്പോഴും ഒരു ഒറിജിനൽ കേസ് വേണമെന്നുണ്ടായിന്. അപ്പോൾ ഇതാണ് 13 Pro, ബ്ലൂ ആണ് കളറ്. ഒരു ഈ ഡാർക്ക് ബ്ലൂ അല്ല, ഒരു ഏകദേശം ലൈറ്റ് ബ്ലൂ. ഇപ്പോൾ എൻ്റെ ഐഫോൺ 13 Pro ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവും കൂടി മാച്ചാന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി കട്ടിയുള്ളൊരു കേസാണ്. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് ഒറിജിനൽ ആപ്പിൾ ഐഫോൺ കേസ്. സിലിക്കോൺ കേസാണ്, ലെതറല്ല. അപ്പോൾ സിലിക്കോൺ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ മച്ച് ബെറ്റർ ആയിരിക്കും ലെതറിനെ കാട്ടി. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ടെക്സ്ചർ. അതിൻ്റെ ഒരു റിങ് ആണെന്നുണ്ട്, അതിൻ്റെ നടുക്ക് മാക്സേവ് റിങ്. ബട്ടൺസ് ഇതെല്ലാം ബട്ടൺസ്, രണ്ട് സൈഡിലെ ബട്ടൺസ്. അപ്പോൾ നല്ല സുഖമുണ്ട് ഇതിൻ്റെ ഫീലാണ്. ഇതാണ് മാക്സേഫ് റിങ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം പൈസ കൊടുക്കുന്നത്. കാരണം അധികം വരുന്ന കേസിന് ഈ മാക്സേഫ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് 13 അല്ലെങ്കിൽ 12 ഉണ്ടെങ്കിൽ എന്തായാലും മാക്സേഫുള്ള കേസ് തന്നെ വാങ്ങണം. എന്നാലേ അതിൻ്റെ ചാർജിങ് ആ സ്പേസിൽ കിട്ടും. ചാർജിങ് എന്ന് പറഞ്ഞാൽ വയർലെസ് ചാർജിങ്. ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇടാൻ വലിയ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങോട്ട് ഇടുമ്പോൾ ആ കളറും കാണിക്കും, കേസിൻ്റെ കളർ. അതൊന്നും വേറെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. ഇപ്പോൾ ഫോണിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ, ഈ കേസ് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ. അതല്ല വ്യത്യാസം. പക്ഷെ നല്ല ഫീലിംഗ് ഉണ്ട്, നല്ല മിനുസം, നല്ല കംഫർട്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ലെയറും ഉണ്ട് ഇപ്പോൾ ക്യാമറക്ക്. ഇതാണ് നമ്മളെ ഐഫോൺ 13 Pro സിലിക്കോൺ കേസിൻ്റെ റിവ്യൂ, അൺബോക്സിങ് വീഡിയോ. ബട്ടൺസ് എല്ലാം പ്രസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ തന്നെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സ്റ്റേർഡായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ശരി, താങ്ക് യു.